ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണ് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ. അപ്പോൾ ഇന്ന് രാവിലെ ദോശയുണ്ട് കേട്ടോ, ചായക്കടി. പിന്നെ ഞാൻ എൻ്റെ വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എനിക്ക്. അപ്പോൾ ഇത് ഞാൻ ഷോപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തായാലും ദോശ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ദോശയിലേക്ക് കറിയും പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല അയിലക്കറി ഉണ്ട്, തേങ്ങ അരച്ച് വെച്ച് നല്ല അടിപൊളി അയിലക്കറി ഉണ്ട്. അപ്പോൾ അതും ദോശയും കൂടിയിട്ടാണ് ഇന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നല്ല ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ദോശയും മീൻകറിയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി. അപ്പോഴത്തേനും നമ്മൾ എല്ലാ ബേബിക്കൊന്ന് എണീറ്റ് അവളെടുത്ത് കുറച്ച് നേരം കിടന്നപ്പോഴത്തേനും നല്ല ലേറ്റായി തുടങ്ങി കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയിട്ട് തന്നെ നഴ്സറി പോയിട്ടില്ല. അപ്പോൾ പിന്നെ നല്ല ബഹളം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ മിക്കതും അവിടെ എണീക്കണതിന് മുമ്പ് ഞാൻ എണീറ്റ് പോരും കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ഷോപ്പിലെത്തി. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ ടൈമാകുമ്പോൾ ഞാൻ 6 മണി വരെ ഉള്ളൂ. അതിനിടയിൽ ഞങ്ങൾ ചോറ് കഴിക്കലും ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഐസലുണ്ട് വന്നേക്കണ്, മുടി വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭാബിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെപ്പ് നീ ഇറങ്ങിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് നീ ഇറങ്ങണ്ട, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം, ഞങ്ങൾ ഐസുവിൻ്റെ മുടി വെട്ടാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഭാബി വന്നിട്ട് പോകാൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. ബാബി ഒരു 6-10 ബാബി വന്ന് ഐസൂട്ടിനി വന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊടുത്തു. അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ എഴുതിയിട്ട് സുന്ദരി കുട്ടിയായിട്ടോ വന്നിട്ടുള്ളത്, മാഷാ അല്ലാ. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എന്ന് വെച്ചപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ ഇവരൊക്കെ പിന്നെ ഭയങ്കര പൗർച്ചകളാട്ടോ. പിന്നെ യെല്ലോ ബേബി ആയാലും ഐസു ആയാലും ഒരുങ്ങാനൊക്കെ മാഷാ അല്ലാ അവർ അടിപൊളിയാണ് കേട്ടോ. ഒരുങ്ങിയിട്ട് അവരേതായ രീതിയിൽ നടക്കാൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് മൂപ്പരാൾ അതിനൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അപ്പോഴത്തേനും ടൈമൊക്കെ ഒരുപാടായിട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു കേട്ടോ. ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും, ഞാൻ അനുക്കാടെയും ബാബയുടെയും കൂടെ ഉണ്ട്, ഐസുവിന് മുടി വെട്ടാൻ വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ മുടി വെട്ടലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളിനി നേരെ അവരെന്നെ എന്താ പറയുക MKക്കാണ് ഇവർ പോണത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു MKയുടെ അവിടെ ഇറക്കി തന്നാൽ മതി. അപ്പം ഞാൻ ബസ്സിന് പോയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ കുറേ പറഞ്ഞിട്ട് ഒരു ആക്കി തരാമെന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിന് നേരെ പോയിക്കൊണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭാബി വെച്ചാൽ അപ്പോൾ എന്ത് സാധനം എനിക്ക് മേടിക്കാമെന്ന് വെച്ചപ്പോൾ എനിക്ക് ടോപ്പൊക്കെ മേടിക്കാണ്ട് തന്നിട്ടായിരുന്നു. എന്നാൽ വായു ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഫാഷൻ ബസാറിലോട്ടാണ് കേട്ടോ. ഞാൻ മിക്കതും ഞാൻ ഇവിടുന്നാണ് ഇപ്പോൾ ടോപ്പുകൾ എടുക്കാറ് കേട്ടോ. അതുപോലെ തന്നെ ടീഷർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോന്ന് ടീഷർട്ട് എടുക്കും. അതുപോലെ തന്നെ ടോപ്പൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ സ്ലിറ്റുള്ള ടോപ്പൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിട്ട് എടുക്കാറ്. ഇവിടെ നല്ല കളക്ഷൻസാണ്. പിന്നെ നമുക്ക് അധികം റേറ്റ് കുറവിന് നമുക്ക് കേട്ടോ. കോഡ് സെറ്റൊക്കെ 399 ആ റേറ്റൊക്കെ ഉള്ളത്. ഇതിനൊക്കെ 1000 ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, ഈ കോഡ് സെറ്റിനൊക്കെ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നോക്കിട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമല്ല ഗൈസ്. കുറേയൊക്കെ വലിച്ചിട്ടിട്ട് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടൊന്നും ആയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു കോഡ് സെറ്റ് എന്നാൽ വേണ്ട, എന്താ പറയുക, ഇപ്പോൾ ഡെയിലി ഷോപ്പിലൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയ ഇതുപോലത്തെ വേറെ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാബിക്കും ജസ്റ്റ് നോക്കിയിട്ടോ. പക്ഷെ ബാബിക്ക് ഇഷ്ടമായതൊന്നും ഇഷ്ടപ്പെട്ടില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഞാനും ജസ്റ്റ് ഒരു ടോപ്പ് എടുത്തിട്ടോ. നമ്മൾ ഷോപ്പിലും പുറത്തൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് എടുത്തു. പിന്നെ എനിക്ക് ഈ ഒരെണ്ണം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ അടിയിലുള്ളതുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അത് നിഴലടിക്കണതാണ്, അതിൻ്റെ കളറ് വേഗം പോകും, പ്രിൻ്റ് അങ്ങനത്തതായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ടോപ്പ് എടുത്തിട്ട് നേരെ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ നല്ല കട്ട്ലേറ്റും പിന്നെ എന്തോ ഒരു പേര് പറയും കേട്ടോ ആ സാധനത്തിന്, അതും മേടിച്ചു. അതുപോലെ 2 കട്ട്ലേറ്റ് മേടിച്ചിട്ടു. ഞാൻ ചായ കുടിച്ചിട്ടാണ് വന്നത്. എന്നാലും ബാബി വിളിച്ച സ്ഥിതിക്ക് അവർ കൂടെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ചായ കുടിച്ചിട്ട് എന്തായാലും ഉമ്മാട് പറഞ്ഞിട്ടുണ്ട് ലേറ്റ് ആവും, അവരെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്ന കാരണം തന്നെ നേരം വൈകുമെന്ന് ഞാൻ ഉമ്മാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കട്ട്ലേറ്റും നല്ല ചായയൊക്കെ കുടിച്ചു, ഉഷാറായി. അപ്പം നമ്മുടെ ചാവക്കാട് ഉള്ള നമ്മുടെ ജാവ ഉണ്ട് കേട്ടോ. ഇത് ജാവ ഞങ്ങൾ ഫാഷൻ ഡിസൈൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ടാണ് ചായ കുടിച്ചിരുന്നത് കേട്ടോ. ജാവയെ വന്നിട്ട് അങ്ങനെ ഇവിടെ ഒരുപാട് സ്നാക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കിവിടെ കട്ട്ലേറ്റാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കട്ട്ലേറ്റ് പറഞ്ഞു. അങ്ങനെ പിന്നെ നേരെ എന്താ പറയുക, ബസ് കയറിയില്ല. ഇവിടുന്ന് നേരെ MKയുടെ കൊടുക്കുക, നേരെ അവരെ കൂടെ തന്നെ പോയി MKയുടെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. പിന്നെ നേരെ ബസ് കയറുമ്പോഴത്തേനും ഞങ്ങളൊരു ഏഷ ബാങ്ക് കൊടുത്തിട്ടോ. ഞാൻ വിചാരിച്ചു എത്രയും ലേറ്റ് ആയി ബസ് കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏഷ ബാങ്ക് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ബസ് കയറി വരുമ്പോൾ, എന്നിട്ട് ഞങ്ങൾ മുത്തമാവ് എത്തുമ്പോഴത്തേനും ഉമ്മാടെ ഒരു കോൾ വന്നിട്ടോ.
ഇവിടെ ഇത് ചെപ്പു ആദമും എല്ലാം പഴം വേണമെന്നിട്ട് കിടന്ന് കരയുന്നുണ്ട്. രണ്ടുപേരും നല്ല തല്ലാന്നൊക്കെ. ഇവനാ ആദമ എല്ലാം പിന്നെയും ആ പഴം കഴിക്കും. ആദമ സാധനം കഴിക്കാറില്ലല്ലോ. ഞാൻ എന്നാലും വേണ്ടിയില്ല എന്ന് വെച്ചിട്ട് ഞാൻ മുത്തമ്മായിൽ 2 കടയിൽ ചോദിച്ചു നോക്കിയപ്പോൾ രണ്ടിടത്തും പഴമല്ല കേട്ടോ. അപ്പോൾ പിന്നെ പൈനാപ്പിൾ ഞാൻ നോക്കി. ആദ്യം പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമായി. അവിടെ നോക്കിയപ്പോൾ പൈനാപ്പിളും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ നമുക്ക് കാണാം കേട്ടോ. എന്താ കാട്ടണ ഇവിടെ? എന്താ കാട്ടണ്? എന്താ ചെയ്യണേ? എന്ത് ചെയ്യണം? ഉമ്മ കണ്ടില്ല. ഉമ്മ എല്ലാം കാണിക്കണേ. ഉമ്മ കണ്ടില്ല ഇത്? ആ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കളയിച്ച് കളയുന്നു. വലൈക്കും അസ്സലാം. കണ്ടില്ലടാ ആൺകുട്ടികൾ പോണത്? എങ്ങനെ ഇരുന്നു? പള്ളിയിൽ പോകണ്ട്. ഞാനോട് പോയിക്കോളാൻ പറഞ്ഞല്ലേ. ഇവിടെ ആരാ മൂത്രമൊഴിച്ചതാ? വെള്ളം കളഞ്ഞതാ? അത് ഇവ മമ്മത് ഇപ്പൊ തുപ്പിയതാണ്. എന്റെ ഷൊത്തുമണീസിനെ ഇട്ട് ഇപ്പതേ കടയ്ക്ക് വേണില്ല. അതമ്മേ ഐ ലവ് യു. അപ്പൊ ഇവർക്ക് പഴം വേണമെന്ന്. ഇവിടെ പഴം തന്നെ മേടിച്ചോ? ലേസ് മേടിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് നടക്കൂല. റോബസ്റ്റ് മേടിച്ചു തരും, ലേസും മേടിച്ചു തരും. വണ്ടി 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 മേടിക്കാനും. അപ്പൊ എല്ലാം ബേബി നായ വരിട്ട് പെട്ടെന്ന് നായങ്ങാനും വന്നതിന്റെ മോളെ മേത്ത് ബൂന്നിട്ട് ചാടും. എങ്ങനെ ചാടുക? ഇവിടെ എന്താ സാധനം അറിയോ? പിന്നെ മോന്റെ ഡ്രസ്സൊക്കെ ഉണ്ടാക്കണത്. അവളെ ഉടുപ്പൊന്നും വെച്ചാൽ ഞാൻ ഉടുപ്പൊക്കെ ഞാൻ ആർക്കേലും എടുത്തു കൊടുക്കണം. എന്താ നല്ല ഉടുപ്പുകളാന്നറിയുള്ളത്. ഒറ്റ ഉടുപ്പിടില്ല. എല്ലാതും പാൻറ്റും ടീഷർട്ടും അതൊക്കെ ഇട്ടുണ്ടാവും. ഇപ്പൊ അതെ ആദമിന്റെ ടീഷർട്ട് സ്വന്താക്കി തോന്നുന്നു. അപ്പൊ ആദമിൻ്റെതും ഓസിലിന്റെ ഒക്കെ ഷർട്ട് ഇട്ടിട്ടാണ് നടക്കുന്നത്. ടീഷർട്ട് ഇട്ടിട്ട് ഇവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അടിപൊളിയുണ്ട്. ഇപ്പൊ ഇതെന്ത് ഇതെന്ത് എന്താ വിടാതമ്മേ? രണ്ട് മുത്താപ്പാടെ വീടല്ലേ? എന്നറിയോ? എനിക്കറിയോ? 3 ഉണ്ട്. ഒരു മൂത്തപ്പാക്ക് 2 ഒരു മൂത്താപ്പ വീഴണ്ടട്ടാ. ഇനി ഇവർക്ക് പഴം മേടിച്ചു കൊടുക്കണം. പിന്നെ പാല് വേണ്ടേ? പാല് വേണ്ടേ അല്ല ബേബിയെ? വീഴണ്ട. പല്ല് വേണോ? പല്ലോഷപത്രികം തോയിക്കോ. നല്ല ഓഫർ വരുന്നുണ്ട്. എന്തിന്റെ ഓഫർ പല്ലിന്? എന്തിനുള്ള ഓഫർ? മാഷാല്ലാ. പാദം ഇപ്പൊ വിചാരിക്കണ നല്ല ചെക്കൻ. ചെക്കൻ്റെ പഠിപ്പ് നിന്നില്ല അതമ്മേ. ഇപ്പൊ എത്ര സൈസ് സ്കൂളിൽ പോയിട്ടെ മോന്? എന്തുട്ടാ നെറ്റി പോവോ? ഒന്ന് കാണണല്ലോ. കാണിച്ചോ. യോ മോനെ സൂപ്പർ. മതി. പാല് കുടിച്ചാൽ ഭയങ്കര സ്ട്രോങ് ആവും. വണ്ടി വണ്ടി എല്ലാവർക്കും പവർ കിട്ടിയാ? പാല് കുടിച്ചിട്ട് കിട്ടിയത്. ഇനി കടയിൽ പോയിട്ട് എന്ത് കൈക്കെന്താ പറ്റി? അങ്ങനെ ആദമിന് എല്ലാക്കുള്ള പഴം മേടിച്ചു. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ ലേസും മൈസൂർ പാക്കും പിന്നെ വേറെ സാധനം പെട്ടു. അത് ഞാൻ മേടിച്ചു കൊടുത്തില്ല. ഈ 2 സാധനം പിന്നെ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഈ പഴം തന്നെ കഴിക്കുമെന്ന് അറിയില്ല. പാലും പഴമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എന്തെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാനായിരിക്കും. ബൈ.